കണ്ണൂർ മുൻ എ.ഡി.എം. നവീൻ ബാബു അഴിമതി നടത്തിയതായി കണ്ടെത്തിയിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. താനും മുഖ്യമന്ത്രിയും റിപ്പോർട്ട് നേരത്തെ കണ്ടിരുന്നു. ഗൂഢാലോചന അന്വേഷിക്കേണ്ടത് പോലീസാണെന്നും പോലീസിന് വേണമെങ്കിൽ ഈ റിപ്പോർട്ട് ഉപയോഗിക്കാമെന്നും മന്ത്രി പറഞ്ഞു. ഈ റിപ്പോർട്ട് നേരത്തെ വന്നതാണ്. അത് റവന്യൂ വകുപ്പ് മന്ത്രി കണ്ടിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് അത് കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി അത് കണ്ട് ഫയൽ തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അഴിമതി നടത്തിയതായി അവർ കണ്ടെത്തിയിട്ടില്ല എന്ന കാര്യം അന്വേഷണങ്ങളുടെയും രേഖകളുടെ പരിശോധനയുടെയും അടിസ്ഥാനത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു വൈകലോ പിന്നെ ഒരു പ്രത്യേകമായൊരു ഡിലേയോ പ്രത്യേകമായ ഏതെങ്കിലും വിധത്തിലുള്ള സംഭവങ്ങളോ ഉണ്ടായതായി അവർ കണ്ടെത്തിയിട്ടില്ല. ആ ഉദ്യോഗസ്ഥയെ വേണമെങ്കിൽ അവർ അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അധികാരമുണ്ട്. ആ റിപ്പോർട്ടുകൾ പൂർണ്ണമായും പരിശോധിക്കാനും ആ ഏജൻസിക്ക് അധികാരമുണ്ട്. ഗൂഢാലോചനയോ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ അതെല്ലാം പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ്. അവരന്വേഷിച്ച് വിശദാംശങ്ങൾ ലഭ്യമാകട്ടെ, അത് കൃത്യതയോടുകൂടി പോകും. അതല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഏത് വിധത്തിലാണെന്ന് തീരുമാനിക്കേണ്ടത് ആഭ്യന്തര വകുപ്പ് കൂടിയാണ്. ആ ഘട്ടമാകട്ടെ. സാജിദ് അജ്മൽ കൂടുതൽ വിവരങ്ങൾ നൽകും. സാജിദ്, ഈ റിപ്പോർട്ട് നേരത്തെ കണ്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയും താനും കണ്ടിട്ടുണ്ടെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഈ റിപ്പോർട്ട് അന്വേഷണത്തിന്റെ ഭാഗമാക്കണോ എന്നത് ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കട്ടെ എന്നാണോ മന്ത്രിയുടെ പ്രതികരണം? ദിവ്യ, ഈ എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വകുപ്പ് തല അന്വേഷണമാണ് റവന്യൂ വകുപ്പ് നടത്തിയത്. ഈ അന്വേഷണത്തിലാണ് കൈക്കൂലി വാങ്ങിയതിന് യാതൊരു തെളിവുമില്ല എന്ന് കണ്ടെത്തിയത്. അതായത് നവീൻ ബാബു ഈ പെട്രോൾ പമ്പ് തുടങ്ങാൻ വേണ്ടി കൈക്കൂലി വാങ്ങിയെന്നും ഈ കൈക്കൂലി ലഭിക്കാത്തത് കൊണ്ട് ഈ ഫയൽ വൈകിപ്പിച്ചു എന്നുള്ളതായിരുന്നു ഈ പി ദിവ്യ അടക്കമുള്ള ആളുകളുടെ ഒരു ആരോപണമായി അവർ പറഞ്ഞിരുന്നത്. പക്ഷേ അത്തരമൊരു കാര്യത്തിന് ഈ റവന്യൂ വകുപ്പിന്റെ ആഭ്യന്തര അന്വേഷണത്തിൽ ഒരു കണ്ടെത്തലും ഉണ്ടായിട്ടില്ല. ആ വാദങ്ങളെല്ലാം തന്നെ തെറ്റാണ് എന്നുള്ളതാണ്. ഈ ഫയൽ റവന്യൂ മന്ത്രി എന്ന നിലയ്ക്ക് കെ രാജനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും കണ്ടിരുന്നു എന്നുള്ളതാണ്. പിന്നീട് വരുന്നത് ഇത് ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ? പി ദിവ്യ എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബോധപൂർവം ഈ നവീൻ ബാബുവിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഗൂഢാലോചന നടത്തി എന്നാണ് കുടുംബമടക്കം ഇപ്പോൾ പറയുന്നത്. അത് സ്ഥിരീകരിക്കണമെങ്കിൽ പോലീസിന്റെ അന്വേഷണം നടത്തണം. റവന്യൂ വകുപ്പിന് ഈ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് കഴിയില്ല. അതൊരു അന്വേഷണ ഏജൻസി എന്ന നിലയ്ക്ക് ഈ പോലീസാണ് അന്വേഷിക്കേണ്ടത്. ആ പോലീസ് അന്വേഷണത്തിന് സഹായിക്കാൻ റവന്യൂ വകുപ്പ് തയ്യാറാണ് എന്നുകൂടിയാണ് റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് കെ രാജൻ പറയുന്നത്. ഈ അന്വേഷണം നടത്തിയ ലാൻഡ് റവന്യൂ കമ്മീഷണറെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കാൻ പോലീസിന് കഴിയും. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് തന്നെ ആവശ്യമെങ്കിൽ ഈ പോലീസിന് പരിശോധിക്കാവുന്നതാണ്, അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ഉപയോഗിക്കാം എന്നുകൂടിയാണ് ഈ മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. യെസ്, ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയായ താനും നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മന്ത്രി കെ രാജന്റെ പ്രതികരണം. അത് ഇനി ഈ റിപ്പോർട്ട് അന്വേഷണത്തിന്റെ ഭാഗമാക്കണോ എന്നതിൽ ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുക്കട്ടെ എന്നുകൂടി മന്ത്രി സൂചിപ്പിക്കുകയാണ്. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.